ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നെന്താണ് ഇത്ര സന്തോഷത്തിൽ പടക്കമൊക്കെ പൊട്ടിച്ചു തുടങ്ങിയതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതെ, വീണ്ടും ഒരു ഡിസംബർ 25. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ലോകരക്ഷകനായി കരുതുന്ന യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം. തലേദിവസം വൈകുന്നേരം കോട്ടയത്ത് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് കാണുവാനായി ഞങ്ങളൊന്ന് ചുറ്റിക്കിറങ്ങി വന്നു. ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞങ്ങൾ ആദ്യം പോയത് നല്ലിടയൻ പള്ളിയിലേക്കാണ്, ഗുഡ് ഷെപ്പേർഡ് ചർച്ച്. വിജയപുരം രൂപതയുടെ മെത്രാസന മന്ദിരത്തോട് ചേർന്നിരിക്കുന്ന ഈ പള്ളി വത്തിക്കാൻ ബസിലിക്കയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻ പൗരാണിക ശില്പഭംഗിയുടെ മകുട ഉദാഹരണമാണ് ഈ പള്ളി. നമുക്കിവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊന്ന് കാണാം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഓടിയെത്തുന്നത് മനോഹരമായി അലങ്കരിച്ച ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും സമ്മാനപ്പൊതിയും ഒക്കെ തന്നെയാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശുദേവൻ പിറവിയെടുത്തതറിഞ്ഞ് അങ്ങോട്ടേക്ക് പുറപ്പെട്ട ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ, കളർ ബൾബുകൾ, ബലൂണുകൾ ഒക്കെ ക്രിസ്മസ് ട്രീയിലുണ്ട്. അപ്പോൾ നേരം പാതിരാവായി. പാതിരാ കുർബാനയുടെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 25 ദിവസത്തെ അതികഠിനമായ നോയമ്പ് വീടുന്ന ദിവസവും കൂടെയാണ് ഇന്ന്. ധാരാളം ആളുകൾ പള്ളിയിൽ പാതിരാ കുർബാന കൈക്കൊള്ളുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലായിടവും വളരെ മനോഹരമായ ദീപാലങ്കാരങ്ങളാണ്. ഇതാ നോക്കൂ, ഇതാണ് ഇവിടുത്തെ ഗ്രോട്ടോ. മതിൽക്കെട്ടിന് പുറത്തായി ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ മാതാവിൻ്റെ രൂപവുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ലൂർദ് പള്ളിയിലും ഒന്ന് പോയി വരാം. ലൂർദ് പള്ളിയോട് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു മമതാബന്ധം തന്നെയുണ്ട്. കാരണം ഞങ്ങളുടെ 2 മക്കളും ഈ പള്ളിയുടെ സ്കൂളിലാണ് പഠിച്ചത്. വിച്ചു 10ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ആനക്കല്ലിൽ. വിനു 12ാം ക്ലാസ് വരെ, അത് +2 വരെ ഇവിടെയാണ് പഠിച്ചത്. പക്ഷേ അന്ന് പള്ളി വളരെ ചെറുതായിരുന്നു. ഈ പള്ളി നിർമ്മിച്ചിട്ട് വളരെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു വലിയ പള്ളിയാണ്. സീറോ മലബാർ സഭയുടേതാണ് ഈ പള്ളി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ്. പള്ളിയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ കിടക്കുന്നില്ല. നമുക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രം ഒന്ന് കണ്ടുവരാം. നോക്കൂ, എത്ര മനോഹരമാണെന്നോ ഇവിടുത്തെ ഗ്രോട്ടോ. അതുപോലെ തന്നെ ക്രിസ്മസ് ആയാൽ കുട്ടികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, സാന്താക്ലോസ്. സമ്മാനപ്പൊതികളുമായി എത്തുന്ന സാന്താക്ലോസ്. 4ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന പുണ്യവാനാണ് സെയിൻറ്റ് നിക്കോളാസ്. ഡിസംബർ 6 അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ദിനം. ക്രിസ്മസ് ആയാൽ കുട്ടികൾക്ക് ഏറെ ഉത്സാഹമാണ് പുൽക്കൂടൊരുക്കുവാൻ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും എല്ലാവരും ചേർന്നാണ് എല്ലാ വീടുകളിലും പുൽക്കൂടൊരുക്കുന്നത്. ഇതാ നോക്കൂ, ഇവിടെ എത്ര സുന്ദരമായാണ് പുൽക്കൂടൊരുക്കിയിരിക്കുന്നത്. ഉണ്ണിയേശു, അമ്മ മറിയം, പിതാവ് ഔസേപ്പ്, ജ്ഞാനികൾ, ആട്ടിടയർ, അങ്ങനെ എല്ലാവരുമുണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ക്രിസ്തുരാജ കത്തീഡ്രലിലേക്കൊന്ന് പോവാം. നഗര മധ്യത്തിൽ തന്നെയാണ്, അതായത് BCM കോളേജിൻ്റെ നേരെ എതിർവശത്താണ് ഈ പള്ളി. ഇവിടെയും ക്രിസ്മസ് ദീപാലങ്കാരങ്ങൾ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ആകർഷണീയമായി തോന്നിയത് ഒരു കപ്പലിൻ്റെ മാതൃകയാണ്. ഇത് ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, നേരത്തെ തന്നെ ഇവിടെയുള്ളതാണ്. കാനാത്തൊമ്മനും ഔസേപ്പും ആണ് മുകളിൽ കാണുന്ന 2 രൂപങ്ങൾ. ഞാൻ അർത്തുങ്കൽ പള്ളിയെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നപ്പോൾ അവിടെയും ഇതുപോലൊരു കപ്പൽ മാതൃക ഉണ്ടായിരുന്നു. കോട്ടയം ആർച്ച് ഡയോസിസിൻ്റെ കീഴിലാണ് ഈ പള്ളി. 1986 ജോൺ പോൾ 2 മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇത് ജെറുസലേം മാർത്തോമ ചർച്ച്.
ഇവിടെ പക്ഷേ ഒരു സന്ധ്യയോടെ തന്നെ കുർബാനയെല്ലാം കഴിഞ്ഞിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരുപാട് പള്ളികളുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഓരോന്നും ഓരോ സഭയുടെ പള്ളിയാണ്. ഇതാ നോക്കൂ, വളരെ സുന്ദരമായ രീതിയിൽ അവിടെയും ദീപാലങ്കാരങ്ങളും ആഘോഷങ്ങളുമൊക്കെ ഉണ്ട്. ഇത് കുരിശുപള്ളിയാണ്. കുരിശുപള്ളിയിൽ കുറച്ചൊരു വേറിട്ട രീതികളാണ് അവിടെ ഉള്ളത്. എങ്കിലും അവിടെയും പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ പഴയ രീതിക്കുള്ള പുൽക്കൂട്. ഇത് കോട്ടയം നഗരത്തിൻ്റെ ആഘോഷം. ഓരോരോ കടകളും ദീപാലങ്കാരങ്ങളും അതുപോലെ വലിയ സാന്താക്ലോസ്, അതുപോലെ ഇതാ നോക്കൂ, മഞ്ഞിൽ പോലെ ഒക്കെ മരങ്ങൾ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം കച്ചവടക്കാരുണ്ട്. ക്രിസ്മസ് കാർഡുകൾ, സാന്താക്ലോസിൻ്റെ വേഷവിധാനങ്ങൾ ഒക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം കുട്ടികളൊക്കെ ക്രിസ്മസ് കരോളിന് ഇറങ്ങുന്ന ഒരു സമയമാണ്. പക്ഷേ പണ്ടൊക്കെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടിയുള്ള കരോളായിരുന്നു. പക്ഷേ ഇന്ന് അത് വളരെ കുറച്ചേ കാണുന്നുള്ളൂ. ഇതാ നോക്കൂ, ഇത് ഞങ്ങളുടെ ഇടവഴിയെ പോകുന്ന കരോളാണ്. ക്രിസ്മസ് അഥവാ നതാൽ എന്നാൽ പുണ്യദിനം. ലോകനന്മയ്ക്കായി പുണ്യാത്മാവ് പിറവിയെടുത്ത ദിനം. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവത്യാഗത്തിൻ്റെ മൂല്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ബൈ.